പെരുമാളച്ചൻ, സോണി കുര്യനച്ചൻ, ബഹുമാനായ വിനോദ് സാർ, രാജേഷ് സാർ, മറ്റ് സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികളെ, അധ്യാപകരെ, കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ കാത്തിരിപ്പിൻ്റെ ദിനത്തിലൂടെ ഇന്ന് കൂട്ടിവരുത്തിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് തുടർന്നും ഞങ്ങളോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിതിൽ സംബന്ധിക്കാം. ബഹുമാനപ്പെട്ട റീസോറൈസൻ വളരെ കൃത്യമായും ഹ്രസ്വമായും പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിച്ചു. ഈ കൂടിവരവിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു പഴയ ഓർമ്മ, സെമിനാരി പരിശീലനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് 1991 അപ്പോൾ ഇറങ്ങുന്ന സമയത്താണ്. അന്ന് ഞങ്ങൾ ഏതാനും ഷമ്മാശന്മാർ, അന്ന് കത്തോലിക്ക ബാബായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാബ തന്നെ അടുക്കൽ ചെന്ന് കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പരിമലയിൽ ആളുകളെ ഒന്ന് വിളിച്ചുകൂട്ടി നമുക്ക് 2-3 ദിവസം ഉപവസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പെന്തിക്കോസ്തിയിലേക്ക് ഒരുങ്ങേണ്ടതല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനി വളരെ സന്തോഷത്തോടെ ആ ഒരു ആശയത്തെ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിച്ച് നിങ്ങളത് പോയി ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വിടുകയുണ്ടായി. ദൈവകൃപയാൽ പരിശുദ്ധാത്മ സഹായത്താൽ കുറേ വർഷങ്ങളിൽ 91 മുതൽ പരമ്പരയിലെ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ 3 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും 500-ലധികം ആളുകൾ ഒന്നിച്ചുകൂടാൻ കാത്തിരിക്കാൻ എന്നുള്ള ഒരു പ്രമേയത്തിൽ അവിടെ കൂടി പ്രാർത്ഥിച്ചിരുന്നത് ഓർക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനി ഈ ദിവസങ്ങളിലെല്ലാം അവിടെ വന്ന് അവിടെ കൂടിയ ജനത്തിൻ്റെ ഒപ്പം നിലത്തിരുന്ന് നിരന്തരം ജാഗരണത്തിനും പ്രാർത്ഥനയിലുമായിരുന്നതും ഓർമ്മ. ശരിക്കും എല്ലാ പള്ളികളിലും, എല്ലാ സൺഡേ സ്കൂളുകളിലും, എല്ലാ കുടുംബങ്ങളിലും എല്ലാം ഈ ദിവസങ്ങളിൽ പെന്തിക്കോസ്തിയിലേക്ക് ഒരുക്കത്തിൻ്റെ ഭാഗമായി, നമ്മുടെ മാമോദീസ അനുഭവത്തെ പുതുക്കുന്നതിൻ്റെ ഭാഗമായി ജാഗരണത്തോടും അനുതാപത്തോടും പ്രാർത്ഥനയോടും ചെലവിടേണ്ടതാണ്. സൺഡേ സ്കൂൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് അനുഗ്രഹകരമായി ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. യേശുദമ്പുരാൻ സ്വർഗാരോപണം ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ശിഷ്യന്മാരോടും മറ്റും പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തല പ്രവർത്തികളിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ യെരൂശലേമിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകണമെന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരാൾ ഏറ്റവും അവസാനം പറയുന്നതിന് ഒരു വലിയ വിലയുണ്ട്. യേശുദമ്പുരാൻ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഇതാണ്. അതിൻ്റെ പിന്നാലെ സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു. അപ്പോൾ യേശു തുടങ്ങി വെച്ച വലിയൊരു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ തുടർന്നുകൊണ്ട് പോകാൻ തക്കവണ്ണം തൻ്റെ അനുയായികളെ സജ്ജരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം എത്രാം ദിവസമാണ് സ്വർഗാരോഹണം? 40
ദിവസം. ഈ 40 ദിവസക്കാലം യേശു തൻ്റെ ശിഷ്യരോട് സംസാരിച്ചതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? തൻ്റെ സ്കൂൾ അധ്യാപകരൊക്കെ ഉണ്ടല്ലോ. യേശു ഈ 40 ദിവസക്കാലം ഉയർപ്പിന് ശേഷം ഇവരോട് അനേക കാര്യങ്ങൾ സംസാരിച്ചതായിട്ടും ആ സംസാരിച്ചത് മുഴുവൻ പ്രധാനമായിട്ടും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളൊന്നും തിരുവചനത്തിൽ പറയുന്നത്. ആർക്കെങ്കിലും ഒന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാമോ? എന്തോ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല 40 ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു. ഹരിസ്മാമ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. അവൻ 2-ാമത്തെ വാക്യം, അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർ പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാണ് അവർ കാണിച്ചു കൊടുത്തു. ദൈവരാജ്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷവും ഉയർപ്പിന് ശേഷവും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് മരണശേഷം ലഭിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല, ഇവിടെ വെച്ച് തന്നെ തുടങ്ങേണ്ടതായ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവാനുഭവത്തെക്കുറിച്ചുള്ളതായ വലിയ ഒരു വെളിപ്പെടുത്തലാണ്. അതുമൂലം മനുഷ്യർക്കുണ്ടാകുന്ന നന്മയും വിമോചനവും സന്തോഷവും സമാധാനവും അത് ലോകത്തിന് തരാൻ കഴിയുന്നത് ഈ ഒരു വലിയ സദ്വർത്തമാനം സുവിശേഷിക്കാൻ വേണ്ടി തൻ്റെ ശിഷ്യരെ ഒരുക്കുകയായി. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച 120 പേരുടെ സംഘത്തെക്കുറിച്ച്, ഏകദേശം 120 പേരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് പരിശുദ്ധ കന്യകമറിയാം ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒടുവിലാണ് പെന്തിക്കോസ്തിയില് പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായിരിക്കുന്ന ആവാസവും അനുഭവവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഓർത്തുകൊണ്ടാണ് സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തിക്കോസ്തി വരെയുള്ളതായി ജനങ്ങളിൽ കാത്തിരിപ്പിന്റെ ജനങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. യേശുതമ്പുരാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നും 16-ാം അധ്യായത്തിൽ നിന്നുമാണ്. മറ്റ് ചില ഭാഗങ്ങളിലും പരാമർശങ്ങളുണ്ട്. ആ ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. മറ്റ് പലയിടങ്ങളിലും സത്യത്തിന്റെ ആത്മാവ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ്. സത്യത്തിന്റെ ആത്മാവിന്റെ വഴി നടത്തുന്നു. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു സത്യാനന്തര സൈബർ യുഗത്തിലാണെന്ന് പറയപ്പെടുന്നുവെങ്കിൽ പോസ്റ്റ് ട്രൂത്തിസം, പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ സത്യാനന്തരം? എല്ലാ കാലഘട്ടത്തിലും കള്ളവും വഞ്ചനയും തട്ടിപ്പുകളും ഒക്കെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്? വസ്തുനിഷ്ഠമായിരിക്കുന്ന സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടല്ല സാമൂഹ്യ ചിന്തകൾ രൂപപ്പെടുത്തേണ്ടത്, മറിച്ച് അത് വികാരങ്ങളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും ഒക്കെ വെച്ച് തന്നെയാണ് എന്ന് തുറന്നു പറയുന്ന, അതിനനുസരിച്ച് സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയാണ്. 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് എടുത്തത് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളതായിരുന്നു. ഈ സത്യം ഭീഷണിയാണ്. കാരണം സത്യം ഉയർത്തുന്ന ഭീഷണിയുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാനായിട്ട് പ്രയാസപ്പെടുന്നത് കൊണ്ട് സത്യമെന്ന മൂല്യത്തെ തന്നെ തകർത്തു വരാനായിട്ടുള്ളതായ ഒരു നീക്കമാണ്. പക്ഷെ അതിൻ്റെതായിരിക്കുന്ന തകർച്ചകളും അനന്തരഫലങ്ങളും ഒക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ
നെറ്റിലൊക്കെ നോക്കിയാൽ ഈ പോസ്റ്റ് ട്രൂത്തിസത്തെ കുറിച്ചൊക്കെ ധാരാളം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിലേക്കൊന്നും അധികം കടന്ന് വിശകലനം ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യത്തിൽ നമ്മളെ നിലനിർത്തുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ വഴി നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അനുഭവവും നമുക്കേറെ ആവശ്യമായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഈ സത്യത്തിന്റെ ആത്മാവിനെ യേശുപുരാണി ആവർത്തിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. സത്യത്തിന് വിരുദ്ധമായ വഞ്ചനയുടെ മറ്റൊരാത്മാവിനെ കുറിച്ചും യേശു കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവിടെ അവനിൽ സത്യമില്ല, അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. എല്ലാ ഭോഷ്കിൻ്റെയും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും സ്രോതസ്സാണ് ആ ആത്മാവ്. അതാണ് പിശാച്, സൈറ്റൻ എന്നൊക്കെ പറയുന്ന ആ ആത്മാവ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് അതിൻ്റെ ഇടപെടലുകളെയൊക്കെ നിർവീര്യമാക്കുന്ന മറ്റൊരു ആത്മാവിനെ കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. സത്യത്തിൻ്റെ ആത്മാവ്. അത് സത്യത്തിലേക്ക് വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കും. ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ അടിമപ്പെട്ട് തകർന്നു പോകാതെ നമ്മളെ മോചിപ്പിച്ച് ഉയർത്തി ജീവചൈതന്യം നൽകി നമ്മളെ അവിടുത്തെ സാക്ഷികളാക്കി നയിക്കും. ഒരു കൊച്ചനൊരിക്കൽ ഒരു വലിയ മാളിൽ ചെന്നപ്പോഴവർ ഒത്തിരി സാധനങ്ങളൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ ഒരു ഫോൺ അവിടെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ആ ഫോണിൻ്റെ വില അവിടെ എഴുതിയിട്ടിരിക്കുന്നത് 6000 രൂപയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ലാപ്ടോപ്പ്, അത്യാധുനികമായിരിക്കുന്ന ഒരു ലാപ്ടോപ്പ്, അതിൻ്റെ വില ഇട്ടിരിക്കുന്നത് 70,000 രൂപ. അവരൊരു കുസൃതി തോന്നി ആ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് ടാഗ് എടുത്ത് ഫോണിനിട്ട് കൊടുത്തു, ഫോണിൻ്റെ അടുത്ത് ലാപ്ടോപ്പിൻ്റെ എടുത്തു. പിന്നാലെ വന്ന ഒരാൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇത്രയും വലിയ ഈ ലാപ്ടോപ്പിന് വെറും 6000 രൂപയുള്ളല്ലോ എന്ന് വെച്ച് അതും എടുത്തുകൊണ്ട് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് പിടിവീഴുന്നത്. ഇങ്ങനെ വിലയുള്ളതിനെ വിലയില്ലാത്തതാക്കുകയും വിലയില്ലാത്തതിനെ വളരെ വിലപ്പെട്ടതായി നമ്മുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്ന ആത്മാവിനെ കുറിച്ചാണ് വഞ്ചനയുടെ ആത്മാവെന്ന് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഏറ്റവും വിലപ്പെട്ടതായ കാര്യങ്ങൾക്ക് ആ വില അറിയാതെ അതിനെ ക്രമവൽക്കരിക്കുക. ഇന്ന് ഇത്രമാത്രം തകർച്ചയും അഡിക്ഷനും റാഗിയും കുടുംബ പ്രശ്നങ്ങളും ആത്മഹത്യകളും ആൽക്കഹോളും ഡ്രഗും അഡിക്ഷനും എല്ലാമായിട്ട് കഴിയുമ്പോൾ, ഇതുപോലെയുള്ളതായ ഒരു അവസരം ലഭിക്കുമ്പോൾ അതിന് സമയം കൊടുക്കാനില്ല. കാരണം ഇത് വിലയില്ലാത്തത്. ഇതിനൊക്കെ പോയി വേസ്റ്റാക്കണമോ? ഞാൻ ഈ വന്നവരെ എല്ലാവരെയും അനുമോദിക്കുകയാണ്.